വെൽക്കം ബാക്ക് ടു സെൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ ഫൂട്ടിങ്ങിൻ്റെ ബാർബെൻഡിങ് ഷെഡ്യൂൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനാദ്യം എന്താ ഫൂട്ടിങ് എന്നറിയണ്ടേ? നമുക്ക് ഫൂട്ടിങ് നിർബന്ധമാണ്. പല ടൈപ്പ് ഫൂട്ടിങ് ഉണ്ട്. ഡീപ്പ് ഫൗണ്ടേഷൻ, അതേപോലെ തന്നെ ഷാലോ ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അടിയിലുള്ള PCC കൊടുത്ത ശേഷം പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് കൊടുത്ത ശേഷം നമ്മൾ റീഎൻഫോഴ്സ്മെൻ്റ് ഒക്കെ ഇട്ട് ഷട്ടറിങ് ഒക്കെ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, റീഎൻഫോഴ്സ്മെൻറ്റ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്യും. ഇതാണ് എന്ത് ഫൂട്ടിങ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ ബാർബെൻഡിങ് ഷെഡ്യൂൾ റെഡിയാക്കിയാലോ. ഇതേപോലെ ഒരു റെക്റ്റാങ്കിൾ എടുക്കുക. അതിൽ ഞാനിപ്പോൾ ഇതാണ് സിംഗിൾ വേ ആണ് എടുത്തിട്ടുള്ളത്. അതിൽ LX പറഞ്ഞതും LY പറഞ്ഞതും X ആക്സിസും Y ആക്സിസും മെയിൻ ബാറും ഡിസ്ട്രിബ്യൂഷൻ ബാറും കൊടുക്കാൻ വേണ്ടി ഞാൻ ഇട്ടു. റീഎൻഫോഴ്സ്മെൻറ്റ് ബാർസ് ഇട്ടു. ഇനി ഞാൻ പറയാൻ പോകുന്നത് റീഎൻഫോഴ്സ്മെൻറ്റ് ബാർസ് എന്ന് പറയുന്നത് ഞാനിട്ട് ഇത് എന്താണ്, ഇതിലൊരു കവറും കൊടുക്കും. ഒരു കവർ ഒരു ഡിസ്റ്റൻസും ഉണ്ടാവും. നമുക്ക് പുറത്തോട്ട് ഇത് പ്രൊജക്റ്റ് ചെയ്യാതിരിക്കാൻ കൊറോഷൻ അങ്ങനത്തെ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ലെങ്ത്ത് നോക്കാം. ആ റീഎൻഫോഴ്സ്മെൻറ്റ് ബാർ സെറ്റിൻ്റെ ആ ഒരു ബാറിൻ്റെ ലെങ്ത്ത് നോക്കുമ്പോൾ എന്തായിരിക്കും വരിക, ആ ഒരു ടോട്ടൽ ലെങ്ത്ത് മൈനസ് ആ രണ്ട് സൈഡിലുള്ള കവറിലായിരിക്കും. മനസ്സിലായില്ലേ? ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് കവർ മൈനസ് ചെയ്താൽ കിട്ടും. ഇത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മെയിൻ ബാറിൻ്റെ ലെങ്ത്തൊക്കെ അറിയാൻ നോക്കിക്കോ. അതിൻ്റെ മെയിൻ ബാറിൻ്റെ നമ്പേഴ്സ് ആണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ബാറിൻ്റെ ലെങ്ത്ത് മൈനസ് കവറിൻ്റെ ആ ഒരു ലെങ്ത്ത് ഡിവൈഡഡ് ബൈ സ്പേസിങ് നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ടാകും. ഇത്ര സ്പേസിങ് ആണ് +1 കൂടെ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, മെയിൻ ബാറിൻ്റെ നമ്പേഴ്സ് കിട്ടും. ഇതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ബാർസിൻ്റെ നമ്പേഴ്സും കിട്ടും. ഈ ഒരു ഇതുവരെ നമുക്ക് മനസ്സിലായി വിചാരിക്കുന്നു. പിന്നെ നമ്മളെ ബാസ് പറഞ്ഞത് ഇങ്ങനെ ഒരു ടൈപ്പായിരിക്കും നമ്മൾ എടുക്കുക. അപ്പോൾ ABC പറഞ്ഞ 3 വശങ്ങളുണ്ടെന്ന് കൂട്ടുക. അതിൽ B പറഞ്ഞത് എന്താ, ലെങ്ത്ത്. നമുക്ക് കവർ മൈനസ് ചെയ്താൽ കിട്ടില്ലേ, കവർ മൈനസ് ചെയ്താൽ കിട്ടും. പക്ഷേ Aയും Cയോ അത് പറഞ്ഞത് 12D ആയിരിക്കും. D പറഞ്ഞ ഡയമീറ്റർ ഓഫ് ദ ബാർ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഇതിൽ കിട്ടിയാൽ നമുക്ക് 12D, ഇവിടെ ഒരു 12D, അങ്ങനെ എത്ര ടോട്ടൽ ലെങ്ത്ത് അറിയുമ്പോൾ എന്തായിരിക്കും. ആ ഒരു അതിൽ നിന്ന് നമുക്ക് ഈ 2 ബെൻഡ് ഡിഡക്ഷനുണ്ട്. ബെൻഡ് ഡിഡക്ഷൻ പറയുന്നത് 90 ഡിഗ്രി ആണെങ്കിൽ 2D മൈനസ് ചെയ്യണം. അങ്ങനെ എത്ര വശങ്ങളുണ്ട്, 2 വശങ്ങളുണ്ട്. അപ്പോൾ 4D അവിടെ മൈനസായി പോകും. സോ ദാറ്റ് ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് അതിൻ്റെ ഇത് കാണാം. ഇത്രയും ഒരു ഇൻട്രോ പോലെ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് പറയുന്നത് L + 12D മൈനസ് എന്തായിരിക്കും 2 × 2, 2 ബെൻഡ് ഡിഡക്ഷനും D ഡയമീറ്ററും. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി കിടക്കാം. ഇനി നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഫൂട്ടിങ് പറയുന്നത് മെയിനായിട്ട് നമുക്ക് നോക്കുന്ന ഒരു ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഒരു ഡ്രോയിങ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് അറിയാം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ തന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം തന്നിട്ടുണ്ട്, ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഒരു പിക്ചറുണ്ട് ഫൂട്ടിങ്ങിൻ്റെ സെക്ഷൻ്റെ. ഒരു നമുക്ക് കാണാം കോളം PCC കണ്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫൂട്ടിങ് ഉണ്ട്, കോളംസ് ഉണ്ട്. ഇതിന് ബിലോ ഗ്രൗണ്ട് ലെവലിൽ കേട്ടോ. PCC കണ്ടോ, PCC അതേപോലെ തന്നെ അതിൽ A തന്നിട്ടുണ്ട്, B ഏതാണ് വശം ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ ക്ലിയർ കവർ എത്രയാണ്, ഫൂട്ടിങ്ങിൻ്റെ കവർ എത്രയാണ്, കോളത്തിൻ്റെ കവർ എത്രയാണ്, ലാപ്പ് ലെങ്ത്ത് 47 ടൈംസ് ഓഫ് ഡയ അതും വന്നിട്ടുണ്ട്, ലാപ്പ് ലെങ്ത്ത്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഫൂട്ടിങ്ങിൻ്റെ നെയിം F1 F2 അങ്ങനെ F6 വരെ ഉണ്ട്. അതിൻ്റെ ഫൂട്ടിങ് സൈസ് 250 × 250. ഇത് നമുക്ക് സെൻറ്റിമീറ്ററിലാണ്. നമുക്ക് അത് ഏതിലാണോ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പ്രോപ്പറായിട്ട് എടുക്കുക. അത് എത്ര, മെയിൻ സ്റ്റീലിൻ്റെ ഇത് എത്രയാണ് ഒക്കെ തന്നിട്ടുണ്ട്. മെയിൻ സ്റ്റീലിൻ്റെ നമ്പേഴ്സ് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ എങ്ങനെ എടുക്കാമെന്ന് നമുക്ക് മനസ്സിലായില്ലേ. മെയിൻ ബാറിൻ്റെ ആണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ്റെ ബാറിൻ്റെ ആണെങ്കിലും നമുക്ക് ആദ്യം തന്നെ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അതേപോലെ തന്നെ കോളത്തിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഞാനിതിൽ ഫസ്റ്റ് F1 എത്ര എണ്ണം ഉണ്ട്, F2 എത്ര എണ്ണം ഉണ്ട് എന്ന് കാണാൻ വേണ്ടിയിട്ട് പുറത്തിട്ട് വെച്ചു. ഇതാണ് നമ്മുടെ ടേബിൾ. ബാർബെൻഡിങ് BBSൻ്റെ ടേബിൾ ഇതാണ്. പക്ഷേ നമുക്കറിയാം ഇത് എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കില്ല. നമുക്ക് F1 എടുത്തു. ഫൂട്ടിങ് അറിയണത് F1ൻ്റെ എന്താ ഡീറ്റെയിൽസൊക്കെ എഴുതിയെടുത്തു. 2500 × 2500. പിന്നെ ആ ഒരു ഡിസ്റ്റൻസ് 250യും 750 എടുത്തു. ഞാനതിൽ കാണാൻ പോകുന്നത് F1 എത്ര എണ്ണം ഉണ്ട്. F1 ആണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാനത് ആദ്യം തന്നെ ഫൈൻഡിങ് ടൂൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് സെലക്ട് ചെയ്യുക, ഫൈൻഡ് അടിക്കുക, അതിൽ Ctrl+F അടിക്കുക. ഫൈൻഡ് അടിക്കുമ്പോൾ നമുക്കതിൻ്റെ അത് വരും. അതിൽ നിന്ന് ഞാൻ സെർച്ച് ചെയ്യുകയാണ് F1 എത്ര ഉണ്ടെന്ന്. സോ ആ F1 പറയണത് നമുക്ക് കിട്ടിയ ശേഷം ഞാൻ ഫൈൻഡ് കൊടുത്തു. എത്ര ഉണ്ട്, 4 മാച്ചസ് ഫൗണ്ട്, 4 എണ്ണം ഉണ്ട്. അതിൻ്റെ ലെങ്ത്തൊക്കെ നമുക്ക് തന്നു. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് തന്നു. സോ അതായിട്ട് നമുക്കറിയാം. അത് ഞാനെന്ത് കാട്ടി,
F1 എല്ലാതും ഒരേ സെയിം കളർ കൊടുക്കാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് ചെയ്ത്, കാരണം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ, നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരാൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ആദ്യം തന്നെ ചേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കളർ മാറ്റുന്നില്ല കേട്ടോ. നമുക്ക് കാണാൻ കഴിയും മഞ്ഞ കളർ F1, F2 ഏതാണ്, F3 ഏതാണ്, F4 ഏത്, F6 ഏതാണ്, അതൊക്കെ നമുക്ക് കളർ മാറ്റിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ F1 എടുത്തു. F1ൻ്റെത് എത്ര 250 എയും ബിയും തന്നിട്ടുണ്ട്. 250 ആണ് അതിൻ്റെ എന്താ പറയുക സൈസ്. അതിൽ 16 നമ്പേഴ്സ് വരുന്നുണ്ട്. 16 ഡയാബാർസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മെയിൻ ബാറാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. അങ്ങനെ നമ്മൾ F1 കൊടുത്തു. മെയിൻ ബാറിൻ്റെത് എത്രയാണ് 16 ഡയാബാർസാണ്. എത്ര ഫൂട്ടിങ്സ് ഉണ്ട് നമ്മൾ കണ്ടെത്തിയത്? F1 പറയുന്നത് 4 എണ്ണം ഉണ്ട്. F1 പറയുന്നത് എത്ര എണ്ണം ഉണ്ട് എന്നാണ് കണ്ടെത്തിയത്? 4 എണ്ണം. 16 ഡയൻ്റെ 16 നമ്പേഴ്സ് ഇതിൽ F1 പറയണത് 4 എണ്ണം. ഇത് മെയിൻ ബാറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ബാറിൻ്റെയും കട്ടിങ് ലെങ്ത്ത് കാണാൻ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. ഇപ്പോൾ നമുക്ക് ഓൾറെഡി നമ്പേഴ്സ് തന്നിട്ടുണ്ട്. നമ്പേഴ്സ് തന്നതുകൊണ്ട് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. നമ്പേഴ്സ് തന്നില്ലെങ്കിൽ അതിൻ്റെ ലെങ്ത്ത്, ഇപ്പോൾ നമ്മളിപ്പോൾ മെയിൻ ബാർസ് എടുക്കുകയാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ബാറിൻ്റെ ലെങ്ത്ത് മൈനസ് എന്താണ് കവർ ലെങ്ത്ത്, ആ ഒരു ഫുട്ടിങ്ങിൻ്റെ കവർ ലെങ്ത്ത് ഉണ്ടാവില്ല, ബോത്ത് സൈഡിലുള്ള കവർ ലെങ്ത്ത് ഡിവൈഡഡ് ബൈ സ്പേസിങ് +1 ചെയ്താൽ മതി, അതിൻ്റെ അത് കിട്ടും. ഇനി അടുത്ത് തരുന്നത് ഡിസ്ട്രിബ്യൂഷൻ ബാറിൻ്റെ 13 നമ്പേഴ്സ് ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് മെയിൻ ബാസ് ചെയ്യാം ആദ്യം. 4 നമ്പേഴ്സ് ഉണ്ട്, 4 എണ്ണം ഉണ്ട്, 4 എണ്ണം. അതിൽ 16 മെമ്പേഴ്സാണുള്ളത്. 16 മെമ്പേഴ്സ് ടോട്ടൽ എങ്ങനെയായിരിക്കും 4 ഇൻറ്റു ബാസ് പെർ മെമ്പേഴ്സ് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് ആദ്യം തന്നെ തിയറി പറഞ്ഞു തന്നില്ലേ, ABC പറയുന്ന സെക്ഷന്. അതിൽ എ എങ്ങനെയാണ് 12 ഇൻറ്റു ഡയ. ഞാനൊന്നും പറഞ്ഞുതരാം. ബെൻഡിൻ്റെ അല്ല, ഈ ഒരു ബെൻഡ്, ഈ 2 ഭാഗത്തെ ബെൻഡ്, ഇത് ലെങ്ത്ത്, ഈ ഒരു വശവും ആ ഒരു വശവും ബോത്ത് സൈഡ് 12D ആയിരിക്കും. ലെങ്ത് ഓഫ് ദ ബെൻഡ്സ് L + 12D + 12D ആണ്. അപ്പോൾ ഈ ഒരു വശം എന്ന് പറയുന്നത് A ആണത് 12 ഇൻറ്റു D അല്ലേ, 12 ഇൻറ്റു D. ഡൗട്ടൊന്നുമില്ലാന്ന് വിചാരിക്കുന്നു. പിന്നെ അതിൻ്റെ ഒരു B പറഞ്ഞത് നമുക്കറിയാം 2500ൻ്റെ ഇതാണത്. അപ്പോൾ അത് മൈനസ് 2 വശത്തെയും കവർ 75 75. കാരണം എന്താ വെച്ചാൽ നമുക്ക് ടോട്ടൽ ഒരു ഇതുണ്ട്, അതിൽ നിന്ന് കവർ മൈനസ് ചെയ്യാം. കവർ നമുക്ക് തന്നിട്ടുള്ളത് ഇവിടെ എത്രയാണ് 75 ആണ് തന്നിട്ടുണ്ട്. സൈഡിലുള്ളത് 75 ആണ് കവർ തന്നിട്ടുണ്ട്. ആ 2 വശത്തും മൈനസ് ചെയ്യാം. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? ആ ഒരു വശത്തിൻ്റെ ഒരു B ആണ് ലെങ്ത്ത് കിട്ടി. ഇനി അതേപോലെ തന്നെ സിയും എയും സെയിം അല്ല 12D. ഇനി അടുത്തത് ബെൻഡ് ഡിഡക്ഷൻ വരുന്നത് 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ 2 ഇൻറ്റു D 4D ആയിരിക്കും വരിക. നമുക്കതൊന്നുകൂടി നോക്കാം. ഞാൻ തിയറി പറഞ്ഞു തന്നിട്ടുള്ളതാണിത്. 90 ഡിഗ്രി ആണെങ്കിൽ 2D ആയിരിക്കും എന്ന്. 90 ഡിഗ്രി ബെൻഡ് ഡിഡക്ഷൻ അല്ലേ, അപ്പോൾ 2D ആയതുകൊണ്ട് തന്നെ 2 വശം ഉണ്ടായതുകൊണ്ട് 4D ആയിരിക്കും അത് വരിക. ഇത്രയും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുവരെ നമുക്ക് കംപ്ലീറ്റ് ആണെങ്കിൽ ബാക്കിയൊക്കെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. ഇനി കട്ടിങ് ലെങ്ത്ത് പറയുന്നത് എന്താണ്? കട്ടിങ് ലെങ്ത്ത് പറയുന്നത് ഈ ഒരു ABC ആ ഒരു ലെങ്ത്ത് മൈനസ് എന്തായിരിക്കും? ഈ ബെൻഡ് ഡിഡക്ഷൻ ആയിരിക്കില്ലേ. ഇത് മീറ്ററിലായതുകൊണ്ട് ഡിവൈഡഡ് ബൈ 1000 കൊണ്ട് ചെയ്തു. ഇത്രയേ ഉള്ളൂ. കട്ടിങ് ലെങ്ത്ത് കിട്ടി, മനസ്സിലായില്ലേ? AB + B + C. അതിൽ നിന്ന് നമ്മൾ 90 ഡിഗ്രി ബെൻഡ് 2 വശത്തായതുകൊണ്ട് ആ ഒരു ബെൻഡ് ഡിഡക്ഷൻ ഞാൻ മൈനസ് ചെയ്തു. അതേപോലെ തന്നെ മീറ്ററിലോട്ട് കൺവേർട്ടും ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഇതുവരെയുള്ളത് ഫുൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നമ്മൾ മെയിൻ ബാറിൻ്റെ ആണ് കേട്ടോ ചെയ്തത്. ഡിസ്ട്രിബ്യൂഷൻ ബാറിൻ്റെ തന്നെ ഇതേപോലെ തന്നെ സെയിം പ്രൊസീജിയേഴ്സായിട്ട് നമുക്ക് ചെയ്യാം. സോ ദാറ്റ് നമ്മളിനി അടുത്തത് തരുന്നത് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ബാർ പറയുന്നത്. അതിൻ്റെ മുമ്പായിട്ട് ഈ ഒരു 16 ഡയൻ്റെ ഒരു ഇഫ് ആൻഡ് കണ്ടീഷൻ കണ്ടോ? ഇഫ് പറയുന്ന കണ്ടീഷൻ എന്താണ് അവിടെ? ഇതൊരു 16 ഡയൻ്റെ ബാറാണെങ്കിൽ ആ ഒരു സ്പെസിഫിക് ഡയ ഇതിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ഒരു എന്താ പറയുക കമൻ്റാണത്, ഒരു ഫങ്ഷനാണത് കേട്ടോ. അതിൻ്റെ ഫങ്ഷനാണത്. ഇഫ് ഉപയോഗിച്ചിട്ട് ഫങ്ഷനിങ് ചെയ്യാൻ എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. കാരണം ഇഫ് പറയണത് ഇപ്പോൾ 16 ആണെങ്കിൽ ഇത് ഈ ഒരു കോളത്തിൽ വരണം, അല്ലെങ്കിൽ 12 ആണെങ്കിൽ ഈ ഒരു കോളത്തിൽ വരണം, 38 അങ്ങനെ ആ ഒരു ഇതിൽ വരുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ കോളത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ കണ്ടീഷൻ ഞാനിവിടെ അപ്ലിക്കബിൾ ചെയ്തിട്ടുള്ളത്. ഇതിന് ശേഷം നമുക്ക് ലാസ്റ്റത്തെ ടോട്ടൽ ഇതിൻ്റെ സം ചെയ്തിട്ട് വെച്ചിട്ടുള്ള കോളം ഉണ്ടാവും. അതിനുശേഷം kg/m അതെങ്ങനെ കണ്ടിട്ടുണ്ടാകുമെന്ന് അറിയാമല്ലോ. D². ആ ഒരു ഇക്വേഷൻ 162 അല്ലേ, അതന്നെ.
ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് കിലോഗ്രാമിനെ കണ്ടിട്ടുള്ളത് കേട്ടോ. ഡി സ്ക്വയർ ആ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ആ ഇക്വേഷൻ അറിയണത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്. ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 162 കിലോഗ്രാം. അത് ഇൻറ്റു ലെങ്ത്ത് ചെയ്താൽ നമുക്ക് ആ ഒരു ലെങ്ത്ത് അല്ല കട്ടിങ് ലെങ്ത്ത് ഉള്ള അത് നമുക്ക് കിട്ടും. എത്ര കിലോഗ്രാം ആണോ എന്ന് വെച്ചാൽ ആ ഒരു കിലോഗ്രാം കിട്ടും. ഇനി അതിന് ടണ്ണിലേക്ക് കൺവേർട്ട് ചെയ്യുക. ടൺ എത്ര ടണ്ണാണ്, ടണ്ണിലാണല്ലോ നമുക്ക് കൊണ്ടുവരിക. അപ്പോൾ എത്ര ടണ്ണാണെന്നുള്ളതിലേക്ക് കൺവേർട്ട് ചെയ്യുക. അത് ഡിവൈഡഡ് ബൈ 1000 ചെയ്യുക. പിന്നെ ടോട്ടൽ ആ ഒരു കോളം മാത്രമേ ഇവിടെ ഉള്ളൂ. ഈ ഒരു ഒറ്റ സെക്ഷൻ തന്നെ മനസ്സിലാക്കിയാൽ ബാക്കിയൊക്കെ സെയിം പ്രൊസീജിയറാണ്. സെയിം ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കെന്ത് ചെയ്യാം, നമുക്ക് ഫൂട്ടിങ്ങിൻ്റെ ബാർബെൻഡിങ് ഷെഡ്യൂൾ ചെയ്യാം. മെയിൻ ബാർ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ബാറും ചെയ്യാം. എന്താണ് ചെയ്യേണ്ടത്, ഡിസ്ട്രിബ്യൂഷൻ ബാർ എത്ര F1 എത്ര ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. ആ ഡിസ്ട്രിബ്യൂഷൻ ബാറിൻ്റെ സൈസ് എത്ര ഡയാണ്, അതേപോലെ തന്നെ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ 16 ഡയാണ്, 13 നമ്പേഴ്സ് ഉണ്ട്. സോ ദാറ്റ് നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ അവിടെ തന്നെ ചെന്നങ്ങാണ്ട് നമ്മൾ നേരത്തെ ചെയ്തില്ലേ അതേപോലെ തന്നെ അപ്ലോഡ് അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് തരാം. സോ ദാറ്റ് ഇത് പറയണത് നമുക്ക് ഈസി ആയിട്ട് എടുത്താൽ മതിയുള്ള കോംപ്ലിക്കേഷൻ ആക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഇനി എന്താ വെച്ചാൽ ഞാൻ ഡൈ ഓഫ് ബാർസ് എടുത്തു, എത്ര നമ്പേഴ്സാണ് അതിൻ്റെ മെമ്പേഴ്സ് എത്ര ഉണ്ട് ടോട്ടലും കണ്ടു. ഇനി അതേപോലെ തന്നെ ABC എത്രയാണെന്ന് വെച്ചാൽ അതും കണ്ടു. ഈ ഒരു കോളത്തിൽ വരുന്നത് കട്ടിങ് ലെങ്ത്താണ്. ഇതേപോലെ തന്നെ സെയിം പ്രൊസീജിയേഴ്സ് തന്നെ എല്ലാം നമുക്ക് ചെയ്യാം. ഈ F1 F2 F3 F4 F5 എല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതിനുശേഷം ഇത് സെലക്ട് ചെയ്ത ശേഷം F1 എത്ര ഉണ്ട് ഫൈൻഡ് ടൂൾ ഉപയോഗിച്ചിട്ട് F2 എത്ര ഉണ്ട്, ഞാനിപ്പോൾ F2 എത്ര ഉണ്ട് നോക്കുകയാണ്. മെയിൻ ബാർ എത്ര ഉണ്ട്, 5 നമ്പേഴ്സ് ഉണ്ട്. 5 മാച്ചസ് നമുക്ക് കിട്ടി. 5 മാച്ചസ് കിട്ടിയിട്ട് അതിന് ശേഷം ഞാൻ നോക്കി. അപ്പോൾ F2 എത്ര ഉണ്ട്. നമ്മൾ കളറ് മാറ്റുന്നതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കളർ മാറ്റുന്നത്. ഇത് അതിനുശേഷം F2ൻ്റെ സൈസ് 2200 2200 ആണ്. അതേപോലെ തന്നെ അതിൻ്റെ ബാസ് 13 നമ്പേഴ്സ് 16 ഡയ ബാറും 15 നമ്പേഴ്സ് 12 ഡയ ബാർസും ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് സെയിം പ്രൊസീജിയർ തന്നെ നമ്മൾ നേരത്തെ ചെയ്തില്ലേ അതേ പ്രൊസീജിയേഴ്സ് തന്നെ നമുക്ക് ഇവിടെ അഡാപ്റ്റ് ചെയ്യാം. കട്ടിങ് ലെങ്ത്ത് അതേപോലെ തന്നെ ഈ ഒരു ഇത് അത് അതേപോലെ ഇട്ടിട്ട് ശേഷം ആ ഒരു ABC എങ്ങനെ കാണാം, A എങ്ങനെ കാണാം 12 × D, B എങ്ങനെ കാണാം ആ ഒരു ടോട്ടൽ ലെങ്ത്ത് മൈനസ് ബോത്ത് സൈഡിലുള്ള കവർ അത് കാണാം. A = C അല്ലേ, അത് രണ്ടും C. കട്ടിങ് ലെങ്ത്ത് പറയണത് ആ A + B + C ആ ഒരു ടോട്ടൽ ലെങ്ത്ത് മൈനസ് ബെൻഡ് ഡിഡക്ഷൻ. ഇത്രയും കഴിഞ്ഞാൽ കട്ടിങ് ലെങ്ത്ത് ഇത്രയേ ഉള്ളൂ.